നോറിച്ച് നഗരത്തിലെ ഒരു മനോഹരവും ചരിത്രപരവുമായ വിക്ടോറിയൻ ഉദ്യാനമാണ് പ്ലാന്റേഷൻ ഗാർഡൻ. നഗരകേന്ദ്രത്തിനടുത്ത് ഏഹാം റോഡിന് സമീപം സ്ഥിതിചെയ്യുന്ന ഈ ഉദ്യാനം തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് അകന്ന് ശാന്തമായ ഒരു വിശ്രമ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇതാണ് പ്ലാന്റേഷൻ ഗാർഡനിലേക്കുള്ള മെയിൻ എൻട്രൻസ്. നേരെ പോകുന്നത് അവരുടെ മാൻഷനിലേക്കും ഇടത്തേക്ക് പോകുമ്പോൾ ഉള്ളതാണ് ഉദ്യാനത്തിലേക്കുമായിട്ടുള്ള എൻട്രൻസ്. ഇതാണ് മാൻഷനെങ്കിലും ഇതിനകത്തേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല. നമുക്ക് കാണാവുന്നത് ആക്ച്വലി ഗാർഡൻ മാത്രമാണ്. ഇതിനകത്ത് പ്രവേശിക്കാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ അവരൊരു മിഷൻ വെച്ചിട്ടുണ്ട്. നമുക്കത് ക്യാഷായോ കാർഡ് പേയ്മെൻ്റായോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് എ ട്രസ്റ്റ് ആൻഡ് ചാരിറ്റി. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പ്രാദേശിക ഫർണിച്ചർ നിർമ്മാതാവും സാമൂഹിക പ്രവർത്തകനുമായ ഹെൻറി ട്രെവർ ഒരു പഴയ ചോക്കനിയെ അതിമനോഹരമായ ഒരു ഉദ്യാനമായി മാറ്റിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ രുചിയും ശൈലിയും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ അലങ്കാര ഫൗണ്ടെയിൻസ്, ഇറ്റാലിയൻ ശൈലിയിലുള്ള ടെറസ് പാലങ്ങൾ, പുൽത്തകിടികൾ, വർണ്ണാഭമായ പുഷ്പങ്ങൾ എന്നിവയൊക്കെ ഇവിടെ കാണാം. ഇതാണ് മനോഹരമായ ആ വാട്ടർ ഫൗണ്ടെയിൻ. ഞാനിവിടെ വിസിറ്റ് ചെയ്തത് ഡിസംബർ വിൻ്റർ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ അവർ സ്പ്രിംഗ് ടൈമിലാണ് പൂക്കളൊക്കെ വെച്ച് അത് ഗാർഡൻ വളരെ അതിമനോഹരമാക്കുന്നത്. അന്ന് അദ്ദേഹം ഇത് നിർമ്മിച്ചെങ്കിലും കാലക്രമേണ അവഗണിക്കപ്പെട്ട ഈ ഉദ്യാനം പിന്നീട് സന്നദ്ധ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ പുനരുദ്ധരിക്കപ്പെട്ടു. ഇന്നിത് ഗ്രേഡ് 2 പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്ര ഉദ്യാനമായി സംരക്ഷിക്കപ്പെടുന്നു. സന്ദർശകർക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും വിശ്രമിക്കാനും നോറിച്ചിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും അടുത്തറിയാനും പ്ലാന്റേഷൻ ഗാർഡൻ മികച്ച ഒരു അവസരമാണ് നൽകുന്നത്. ആ കാണുന്ന ചെറിയ സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ തന്നെ പണ്ട് അവിടെ ഒരു ഗ്രീൻ ഹൗസാണ് എന്നാണ് ഇവരിവിടെ ഉള്ള ഒരു മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 1.2 ഹെക്ടേഴ്സ് ഏരിയ ഉള്ള ഈ ഗാർഡൻ ഫുള്ള് ഗ്രീനാണ്. ഫുള്ള് കവേർഡ് വിത്ത് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് എവറിത്തിങ്. ഈ നേരെയുള്ള പടികളെല്ലാം കയറി ചെന്ന് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോയാലും നമുക്ക് ആദ്യം കണ്ട ചെറിയ തടിപ്പാലത്തിൽ എത്താവുന്നതാണ്. അതിനിടയ്ക്കും ചെറിയ ചെറിയ വഴികൾ താഴേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ആ പഴയ ഗ്രീൻ ഹൗസ് നമുക്ക് ഈ ഓൾഡ് പിക്ചറിൽ കാണാൻ പറ്റുന്നതാണ്. അവിടെയാണത് ഉണ്ടായിരുന്നത്. So here I am, Plantation Garden in Norwich. This was like an absolute stunning, beautiful garden in the 18th centuries. It's innovated and created by the planter Henry, who lived there just behind me, this small mansion. So he just created the beautiful garden for him and his family for absolutely no reason. It's for pleasure, entertainment purpose, and it looks so beautiful, and even more beautiful in the spring season and summer. They will be decorated and with more plants and beautiful flowers, so it will be stunning, I believe. Too small for the foundation, for the
ഇതാണ് ആ സ്മോൾ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ അവരുടെ മാൻഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് താഴേക്കും ഇറങ്ങാം, അല്ലാതെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോയാൽ നമുക്ക് ടോപ്പിലേക്കും പോകാൻ പറ്റും. ഇതാണ് അതിൻ്റെ ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ടുള്ള നോറിച്ച് കത്തീഡ്രൽ. സോ ഞാനിപ്പോൾ നൈസ് ഒരു ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ക്രിയേറ്റഡ് വിത്ത് നൈസ് വുഡ് ആൻഡ് ഇറ്റ്സ് I think it's from 1800s that ഒരു പീരീഡിൽ ബിൽഡ് ചെയ്ത ബ്രിഡ്ജാണ്. ഇറ്റ്സ് സ്റ്റിൽ ഹിയർ ആൻഡ് വി ക്യാൻ സീ ദി ഗാർഡൻ ആൻഡ് വി ക്യാൻ സീ ദി മാൻഷൻ ബിഹൈൻഡ് മീ. സോ അന്നത്തെ കാലത്ത് ഹെൻറി ആൻഡ് ഫാമിലി അവിടെയാണ് താമസിച്ചത്. ആൻഡ് ദേ വിൽ കം ബാക്ക് ഫോർ മേ ബി ഫോർ എ ചീ മീൽ പാർട്ടി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ദേ വിൽ കം ആൻഡ് സിറ്റ് ഹിയർ ആൻഡ് എൻജോയ് ദി ഗാർഡൻ. That's nice view and it's still strong. That's unbelievable. Not it's believable, of course. And it looks so nice, and it will be more beautiful and stunning in the springtime. And ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു ഗ്രീൻ ഹൗസ് കാണാൻ പറ്റും. So many like a nice beautiful plants ഉണ്ട് ഇതിനകത്ത്. നമുക്കിതിൽ എൻട്രി ഇല്ലാത്ത കൊണ്ട് കയറാൻ പറ്റില്ല, പക്ഷെ പുറത്ത് നിന്ന് കാണാൻ പറ്റും. ഐ തിങ്ക് ഇവിടെയാണ് മേ ബി ഗാർഡനിലേക്ക് വേണ്ടിയുള്ള പ്ലാന്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദർ വാസ് എ ഹിഡൻ സ്പോട്ട് ഇൻ നോറിച്ച്. പ്ലീസ് ഡു വിസിറ്റ് ആൻഡ് എൻജോയ്. താങ്ക്സ് ഫോർ വാച്ചിങ്.